ഞാൻ കിരണിലേക്ക് വരാം. ഞാൻ അപർണ ഗ്രൂപ്പിലേക്ക് കൂടി ഒരിക്കൽ പോവുകയാണ്. അതായത് ഇവർ ആദ്യം തുടക്കം തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനായി നാരീശക്തിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഗ്രാമീണ മേഖലകൾക്കും കർഷകർക്കും യുവാക്കൾക്കും കൂടുതൽ ഊന്നൽ നൽകുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇത്തവണത്തെ ഈ ബജറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിനായി ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. മിഥുൻ, എംപവർ വുമൺ ത്രൂ ഓൺട്രപ്രണർഷിപ്പ്, അങ്ങനെയാണ്. അതായത് മൊമെന്റം ത്രൂ നാരി ശക്തി എന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പല തരത്തിൽ വേണം നോക്കിക്കാണാൻ. ഒരുപക്ഷെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ ഒരു ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഇതിനകത്തില്ല എന്ന് പറയുമ്പോഴും സ്ത്രീ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ, പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് പല തലത്തിൽ ഗാർഹികപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, തൊഴിലിടങ്ങളിലാണെങ്കിൽ എല്ലായിടങ്ങളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം കൃത്യമായി ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി കേന്ദ്ര ധനമന്ത്രി പറയുന്നു. പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ എന്ന ഒരു വലിയ വിഷയം പ്രതിപക്ഷമടക്കം ധനകാര്യ വിദഗ്ധരടക്കം ഉയർത്തുന്ന വലിയ വിഷയം അതാണ്. I see poverty rising, and particularly inequality at the bottom echelons of our society. So GDP has a very different meaning in what we are seeing in the country than what she is saying. റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് സ്ത്രീകളെ തൊഴിലില്ലായ്മ എന്നൊരു വലിയ വിഷയത്തെ ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യുന്നത് ധനമന്ത്രി എന്നുള്ളൊരു വിഷയമുണ്ട്. സ്ത്രീകളെ സ്വയം സംരംഭകരാക്കുക, അങ്ങനെ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുക, ആ ഒരു വലിയ നേട്ടം ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ 10 വർഷമായി നടത്തി വന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇത്തവണ. പുതിയ പ്രഖ്യാപനമായിട്ടല്ല, പക്ഷെ തുടർച്ചയായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന് പറയുന്നു. വനിതാ സംരംഭകർക്ക് 30 കോടി മുദ്രാ ലോണുകൾ നൽകി. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. 10 വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികളുടെ പ്രവേശനം 28% വർദ്ധിച്ചു. പ്രധാനപ്പെട്ട കോഴ്സുകളിൽ, സ്റ്റെം കോഴ്സുകളിൽ 48%. അത് ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന കണക്കിലാണ് എന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു. അത് വർദ്ധിച്ചിരിക്കുന്നു. ഇത് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് എന്നൊരു അവകാശവാദം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ആ വിഷയത്തിനകത്തും ധനമന്ത്രി പറയുന്നു. മുത്തലാഖ് നിരോധനം നടപ്പിലാക്കിയ കാര്യം, പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണ ബില്ല് നടപ്പാക്കാനായ കാര്യം. അതോടൊപ്പം തന്നെ ഇത് രണ്ടും രാഷ്ട്രീയപരമായിട്ട് കൂടി NDA സർക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കൂടി ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു ധനമന്ത്രി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഗാർഹിക മേഖലയിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഗ്രാമീണ മേഖലയിൽ അനുവദിച്ച വീടുകളിൽ 70%-ന്റെയും ഉടമകൾ വനിതകളാണ് എന്ന് ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് പുതിയ പ്രഖ്യാപനങ്ങൾ ഇത്തവണ വലിയ കാര്യമായിട്ടില്ല. എന്താണ് നമുക്ക് ആ പുതിയ പ്രഖ്യാപനങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഇൻഷുറൻസ്, അത് ആശാ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും അത് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതാണ് പുതിയ ബജറ്റിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ആരോഗ്യ മേഖലയുടെ പങ്കുണ്ട്. ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രത്യേക പദ്ധതി, യുവിൻ പ്ലാറ്റ്ഫോം വഴി വാക്സിനേഷൻ, പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസറിനെതിരെ വാക്സിൻ തുടങ്ങിയ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഒപ്പം സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം മുതലായ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ യുവാക്കളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നേരത്തെ കിരൺ പറഞ്ഞ പോലെ വലിയൊരു പ്രഖ്യാപനങ്ങളിലേക്ക് ഇത് പോയിട്ടില്ല എങ്കിൽ പോലും 10 വർഷത്തെ പദ്ധതികൾ ഞങ്ങൾ തുടരുകയാണ്. ഈ മുദ്രാ യോജന അടക്കം സ്ത്രീകൾക്ക് ഓൺട്രപ്രണർഷിപ്പിന് ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ്. അതെല്ലാം തുടരുകയാണ് എന്ന് പറയുന്നിടത്ത് സർക്കാരിന്റെ ഏതെല്ലാം പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്, അതിൽ എത്രത്തോളം വലിയ നേട്ടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദം കൂടി കൃത്യമായി ഇതിനകത്തുണ്ട്. അതനുസരിച്ച് തുടരുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണ്. പക്ഷേ പുതിയ പദ്ധതികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടുമില്ല. മിഥുൻ.